ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ലോകമെമ്പാടുമുള്ള ഡിവൈൻ ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസിൻ്റെ വചനവേദിയിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ചാണ്. ഒരുപക്ഷെ പല ആവർത്തി നിങ്ങളത് വായിച്ചു കേട്ടിട്ടുണ്ടാകാം. അവിടെ നിന്നുമൊക്കെ നമുക്ക് അല്പം വ്യത്യസ്തമായി ചിന്തിക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്കും വിചിന്തനത്തിലേക്കും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കാനായിലെ കല്യാണ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു എന്നറിയാം. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞ ഒരു കാര്യം, വെള്ളം വീഞ്ഞായതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും കേട്ടതും കണ്ടതും അറിഞ്ഞതും പറഞ്ഞതുമൊക്കെ. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളും ആ വീട്ടിൽ നടന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ. നമ്മൾ 1-2 കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത്, കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് ആ വീട്ടിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്, ആ വീടിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ വ്യക്തികൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാനും ഇതിൻ്റെ ആത്മീയ വശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സാംശീകരിക്കാനും ഈ കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം. കാനായിലെ കല്യാണ വീട്ടിൽ എന്തുകൊണ്ടാണ് വീഞ്ഞ് തീർന്നത്? പലപ്പോഴും അങ്ങനെ ഒരു ചിന്ത നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം, ഞാൻ പറയും, ഈശോ ഈ വീട്ടിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഈ വീട്ടിൽ വീഞ്ഞിന് കുറവ് സംഭവിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ കല്യാണ വിരുന്നിലെ ആ അത്ഭുതം. അവിടുന്ന് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നടത്തുന്ന ഒരു അത്ഭുതം, അത് യോഹന്നാൻ സുവിശേഷകൻ വളരെ വ്യക്തമായി പറഞ്ഞ് അവതരിപ്പിച്ച് സുവിശേഷത്തിൽ നമ്മളോട് കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് ഈ അനുഭവം നമ്മളിലേക്ക് കടന്നു വരേണ്ടത്? ഞാൻ ആമുഖമായി പറഞ്ഞു, ഈ വീട്ടിൽ വീഞ്ഞു തീരാൻ കാരണം ഈശോ വന്നതാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ഈ വീട്ടിലെ ഗൃഹനാഥൻ, കാര്യസ്ഥൻ, അദ്ദേഹം ഈ വീട്ടിലെ വിവാഹ വിരുന്നിന് വേണ്ടി അനേകം ആളുകളെ ക്ഷണിച്ചു. ഈ ആളുകളൊക്കെ വന്നു ചേർന്നു. വന്നവർക്ക് കൂടുതൽ വീഞ്ഞ് നൽകാൻ ഗൃഹനാഥന്, വീട്ടുടമസ്ഥന് സാധിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈശോയാണ് ഈ വീട്ടിലേക്ക് വന്നത്. വന്ന ആളാരാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈശോയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചവർ, കേൾക്കാൻ ആഗ്രഹിച്ചവർ, വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചവർ, അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഈ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഈ ഭവനത്തിലേക്ക് ആൾത്തിരക്ക് അനുഭവപ്പെട്ടു, ജനസാന്ദ്രത അനുഭവപ്പെട്ടു, ജനത്തിൻ്റെ ബഹുലത അനുഭവപ്പെട്ടു. ധാരാളം പേര് ഈ വീട്ടിലേക്ക് ഘട്ടം ഘട്ടമായി കടന്നു വന്നപ്പോൾ ഈ വീട്ടിലുള്ളവർക്ക്, അല്ലെ വന്നു ചേർന്നവർക്ക് മുഴുവൻ വീഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ആ വീട്ടുടമസ്ഥൻ, ഗൃഹനാഥൻ തല താഴ്ത്തി അപമാനിതനായി അവിടെ നിൽക്കുകയാണ്. ഈശോ വന്നപ്പോൾ ഈ വീട്ടിലൊരു കുറവുണ്ടായിരുന്നു. അത് വീഞ്ഞിൻ്റെ കുറവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ അതിനെ ഒന്ന് പകർത്തി എഴുതുമ്പോൾ, അതിനെ ഒന്ന് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, കേവലം വീഞ്ഞു തീർന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായി പോകുന്നില്ലേ? ഈശോ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരും. ചിലതൊക്കെ വേണ്ട എന്ന് പറയേണ്ടി വരും, ചിലതിനോടൊക്കെ നോ പറയേണ്ടി വരും. ചില അരുതായ്മ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ചില മോശമായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന് ചേരാത്ത ചില കാര്യങ്ങളെ നമ്മൾ നീക്കേണ്ടി വരും, മാറ്റേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണോ എന്ന് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടി വരും. അപ്പോൾ വീഞ്ഞു കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ അവിടെയൊക്കെയും ഇതിനെ മാറ്റി നിർത്തുന്ന, മാറ്റിവെക്കുന്ന, പുതുവീഞ്ഞിൻ്റെ അനുഭവം പകരുന്ന അനുഭവങ്ങളും ദൈവം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ വലതുകാല് വെച്ച് ഈ വീടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഈ വീട്ടിലൊരു കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ നിന്ന് പടിവാതിൽ കടന്ന് പുറത്തേക്ക് പോയപ്പോൾ ആ കുറവിനെ പരിഹരിച്ചിട്ടാണ് ഈശോ ആ വീടിന് പുറത്തു പോകുന്നത്. ഈശോയോട് അവൻ്റെ അമ്മ പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല. പക്ഷേ ഈ അടുക്കളയിൽ നടന്നൊരു കാര്യം അരങ്ങത്തേക്ക് എത്തിക്കുന്നത് ഈ അമ്മയാണ്. അമ്മ അവിടെ നിന്ന് മറ്റാരോടും ഒന്നും പറയുന്നില്ല. വീട്ടിലൊരു കുറവ് സംഭവിച്ചു, ആ കുറവിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് അവൾക്ക് വിശ്വാസവും ബോധ്യവും ഉണ്ടായിരുന്നു. അത് പറയേണ്ട ആളുടെ അടുത്ത്, പറയേണ്ട സമയത്ത്, സാഹചര്യത്തിൽ ചെന്ന് പറയാൻ കാണിച്ച വലിയൊരു ധൈര്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇടയിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പറയേണ്ട രീതിയിലോ പറയേണ്ട സമയത്തോ പറയേണ്ട ആളുകളോടോ പറയാതെ പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ സംഭവിക്കുന്നു. അതിനൊക്കെ നമ്മളിന്ന് സാക്ഷികളാണ്, നമ്മുടെ കാലം സാക്ഷിയാണ്. അപ്പം ഈ വീടിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, പ്രയാസം വീഞ്ഞു തീർന്ന അനുഭവമാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കെല്ലാം വീഞ്ഞു കൊടുത്ത് തൃപ്തരാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈശോ വന്നപ്പോൾ ഈ വീടിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു കുറവുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ ഈ വീട്ടിൽ വന്ന് ആ കുറവിനെ പരിഹരിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ വീട്ടിൽ എന്തുകൊണ്ട് വീഞ്ഞു തീർന്നു എന്നതിനുള്ള വേറിട്ടൊരു ചിന്ത എന്ന് പറയുന്നത് കണക്കുകൂട്ടലുകൾ തെറ്റി. കാനായിലെ കല്യാണ വീട്ടിൽ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. ഞാൻ പറഞ്ഞു, ഗൃഹനാഥൻ, വീട്ടുടമസ്ഥൻ, അല്ലെ കുടുംബനാഥൻ, അദ്ദേഹം തൻ്റെ മകളുടെയോ മകൻ്റെയോ വിവാഹത്തിന് വിളിച്ചു ചേർത്ത അതിഥികളെ എല്ലാം തീറ്റിപ്പോറ്റി തൃപ്തരാക്കി പറഞ്ഞു വിടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ ആ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്ക് തെറ്റ് സംഭവിക്കുകയാണ്. അവൻ കണക്ക് കൂട്ടിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. കണക്കുകൂട്ടലുകൾ തെറ്റായ രീതിയിൽ സഞ്ചരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നിടത്താണ് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം തുറക്കുന്നത്. നമ്മുടെ ചുവടുകൾ പിഴയ്ക്കുന്നിടത്താണ് ദൈവം ചുവട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഈശോ മറ്റൊരു പാതയായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്, അവതരിക്കുന്നത്, അവതാരം ചെയ്യുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, ഈ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളുള്ളവരാണെങ്കിൽ, പ്രതീക്ഷ അറ്റുപോയവരാണെങ്കിൽ, കണക്കുകൂട്ടലുകൾ തെറ്റിയവരാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ നമ്മുടെ കൈവെള്ളയിൽ നിന്ന് വെള്ളത്തുള്ളി പോലെ എല്ലാം ഊർന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയൊക്കെ ദൈവം കണക്ക് പുസ്തകം തുറന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ്. കാനായിലെ കല്യാണ വീട്ടിൽ കണക്കുകൂട്ടലുകൾ തെറ്റി എന്ന് പറയുന്നത് ശരിയാണ്. കാനായിലെ വീട്ടിൽ, കല്യാണ വീട്ടിൽ കണക്കുകൂട്ടലുകൾക്ക് തെറ്റ് സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത്, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു, അതുപോലെയാണ് എൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. ഉയർന്നൊരു ചിന്തയാണ് ദൈവത്തിൻ്റേത്. ആ എളിയവരായ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ചിന്താമണ്ഡലമല്ല ദൈവത്തിൻ്റെ ചിന്താമണ്ഡലം. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈശോ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. ഈ വീട്ടിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ മനുഷ്യൻ പരിഭ്രാന്തനായി, അസ്വസ്ഥനായി, അപമാനിതനായി തലതാഴ്ത്തി വീടിൻ്റെ അകത്തളങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആ വീടിൻ്റെ അപമാനഭാരത്തെ കുറയ്ക്കാൻ വേണ്ടി ഈശോയുടെ കണക്ക് പുസ്തകം അവിടുന്ന് തുറക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പല പല അവസ്ഥകളിൽ ദൈവം കണക്ക് പുസ്തകങ്ങൾ തുറന്നിട്ടുണ്ട്. നമ്മൾ വരച്ച ഒരു ചതുരവടിവിനകത്തല്ല ദൈവം നിൽക്കുന്നത്, അതിനും അപ്പുറത്തേക്കാണ് ഈ ദൈവം നമുക്ക് തരുന്ന സാധ്യതകൾ. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഈ ഈശോ ഈ വീടിൻ്റെ കുറവിനെ പരിഹരിക്കാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാം ക്രമീകരിക്കുകയാണ്. ഇനി മറ്റൊരു വസ്തുത, ഈ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വലിയ അത്ഭുതം. പക്ഷേ ഈ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതത്തോടൊപ്പം തന്നെ വെള്ളം വീഞ്ഞാക്കാൻ ഈശോ കണ്ടെത്തിയ പാത്രം ഇവിടുത്തെ വലിയൊരു അത്ഭുതമാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു, ശുദ്ധീകരണ കർമ്മത്തിനുള്ള 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു.
നമുക്കറിയാം, ശുദ്ധീകരണ കർമ്മം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ അലക്കാനും നനയ്ക്കാനും പാത്രം കഴുകാനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ശുദ്ധീകരണ കർമ്മത്തിനുള്ള പാത്രങ്ങളെന്ന് പറയുന്നത്. ആ പാത്രങ്ങളൊക്കെ നമ്മൾ നല്ല നല്ല പാത്രങ്ങളോടൊപ്പം ചേർത്ത് വയ്ക്കാറില്ല. ഉദാഹരണത്തിന്, നമ്മുടെ വീട്ടിൽ നമ്മളൊരു സദ്യ നടത്തി ഒരു കറിക്ക് കുറവ് വന്നാൽ ആ കറി നമ്മൾ ഉണ്ടാക്കുന്നത് അതേ പാത്രത്തിൽ തന്നെയാണ്. മറ്റൊരു പാത്രം പുതുതായി വാങ്ങി ആ കുറഞ്ഞു പോയ വിഭവം ഉണ്ടാക്കുകയല്ല. എന്ന് പറഞ്ഞാൽ, കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. പക്ഷേ വീഞ്ഞു തീർന്നു പോയെങ്കിലും ഈശോ ആ പാത്രങ്ങളിലേക്കല്ല കണ്ണോടിക്കുന്നത്, ഈ വീടിൻ്റെ പുറത്ത്. ശുദ്ധീകരണ കർമ്മത്തിനുള്ള 6 കൽഭരണികൾ ഈ വീടിൻ്റെ പുറത്ത് ഇരിപ്പുണ്ട്. അവിടേക്കാണ് പരിചാരകരെ പറഞ്ഞു വിടുന്നത്. 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാനും കൊണ്ടുവരുവാനുമാണ് പരിചാരകരോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ പറയുന്നത്, കൽപാത്രത്തെ പാനപാത്രമാക്കി മാറ്റാൻ തക്കവണ്ണം ഈശോയ്ക്ക് സാധിച്ചു. ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ദൈവത്തിന് സംഭവിക്കാൻ പറ്റും. അത്ഭുതങ്ങളുടെ സാധ്യതകൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. അപ്പോൾ ഈ അത്ഭുതങ്ങളെ അവിടുന്ന് കാണിച്ചു തരുന്നത് ഈ കൽപാത്രത്തെ പാനപാത്രമാക്കി മാറ്റിക്കൊണ്ടാണ്. ഈ കൽപാത്രത്തിൽ നിന്നും പാനപാത്രത്തിലേക്കുള്ള ദൂരം നമ്മുടെ ജീവിതങ്ങൾ അളന്നെടുത്താൽ നമുക്കറിയാം. നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുമ്പം ഈ കൽപാത്രത്തിൽ നിന്ന് പാനപാത്രത്തിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഈശോയ്ക്ക് അത് ചെയ്യാൻ പറ്റും. നമ്മൾ എത്രമാത്രം അവിടത്തേക്ക് അവൈലബിളായി കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വലിയ വസ്തുത. ഞാൻ പറയും, സുവിശേഷത്തിൽ അവസാനത്തെ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അവസാനത്തേതല്ല, അത്ഭുതങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിൽ എവിടെയൊക്കെയോ, 4 വൻകരകളിൽ എവിടെയൊക്കെയോ ഈശോയുടെ അത്ഭുതങ്ങൾ ആവർത്തിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് നമ്മൾ സാക്ഷികളാണ്. അതാണ് സുവിശേഷത്തിൻ്റെ വലിയ ജീവൻ്റെ സമൃദ്ധി. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. അപ്പോൾ ഈ സമൃദ്ധിയെ നമ്മൾ കണ്ണിറയെ കാണുന്നുണ്ട്. ഓരോ ജീവിതങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ തകർന്നു പോകാമായിരുന്ന, തളർന്നു പോകാമായിരുന്ന, ഒറ്റപ്പെടാമായിരുന്ന, ഒഴിവാക്കപ്പെടാമായിരുന്ന പല ജീവിതങ്ങളെയും അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവം അവിടെ ഒരു പുതുവീഞ്ഞിൻ്റെ അനുഭവം സൃഷ്ടിക്കുകയാണ്. മനുഷ്യരാൽ മാറ്റപ്പെടുത്തി കൊണ്ടുചെന്ന് മാറ്റി നിർത്തിപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ പുതുവീഞ്ഞ് പകരുന്ന അനുഭവത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുകയാണ്. അതാണ് ഈ കൽപാത്രത്തെ പാനപാത്രമാക്കുന്ന അനുഭവം. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന മനുഷ്യരാകാം. ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള വിശേഷണം, അല്ലെ ലോകത്തിൻ്റെ മുൻപിൽ വളരെ നികൃഷ്ടമായ രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുമ്പോൾ, ലോകത്തിന് മുൻപിൽ നമ്മളെല്ലാം ചെറിയ ആവശ്യങ്ങളില്ലാത്ത മനുഷ്യരാണെന്നുള്ള രീതിയിലൊക്കെ നമ്മളെ പറഞ്ഞവതരിപ്പിക്കുമ്പോൾ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് അവിടുന്ന് നമ്മളോട് പറയുകയാണ്. അത് വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് വെളിവാക്കി തരും. അതിനാണ് ഈശോ ഈ പുതുവീഞ്ഞിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ വീട്ടിൽ വീഞ്ഞു തീർന്നത് പരിശുദ്ധ അമ്മയാണ് ഈ വീട്ടിൽ അറിയിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും ഈ വിരുന്നിന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ വിളിക്കപ്പെടാത്ത, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി, അദൃശ്യ സാന്നിധ്യമായി ഈ അമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കണക്കുകൂട്ടലുകൾക്കെല്ലാം മീതെ ഒരമ്മ സാന്നിധ്യം എവിടെയൊക്കെയോ നിറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴും നമ്മെ ചേർത്ത് പിടിക്കുന്ന, നമ്മെ കൂടെ കൊണ്ട് നടക്കുന്ന വലിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ മാറുന്നത്. വഴിതെറ്റിപ്പോകാമായിരുന്ന, മറ്റ് കാര്യങ്ങളിൽ തട്ടി വീഴാമായിരുന്ന നമ്മുടെ ജീവിതാവസ്ഥയൊക്കെ മാറ്റിമറിക്കുന്നത് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി പോലെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഒരു സാന്നിധ്യമായി അമ്മ സാന്നിധ്യം, പരിശുദ്ധ അമ്മ കൂടെയുണ്ട്, നിഴലായി, പ്രകാശമായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ആ പ്രത്യേകതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിക്ക്, പുതുവീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പങ്കുചേരുകയാണ്.
ഇനിയും വളരെ സവിശേഷമായി നമ്മുടെ ശ്രദ്ധയെ കൊണ്ട് ചെന്നെത്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ വീഞ്ഞ് തീർന്നപ്പോൾ അവിടുന്ന് മറ്റൊന്നും മിണ്ടുന്നില്ല. പരിചാരകരോട് എൻ്റെ അടുത്ത് വരാനാണ് പറയുന്നത്, മറ്റാരെയും ക്ഷണിക്കുന്നില്ല. പരിശുദ്ധ അമ്മ മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴും പരിചാരകരെ അവൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കറിയാം, ഈശോ അവരോട് പറയുന്നു, നിങ്ങൾ ഈ ശുദ്ധീകരണ കർമ്മത്തിനുള്ള കൽപാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി അതിൽ വെള്ളം നിറയ്ക്കാനാണ് പറയുന്നത്. വെള്ളം നിറയ്ക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവർ വക്കോളം നിറച്ചു. വെള്ളം നിറയ്ക്കാൻ പറഞ്ഞുവെങ്കിലും അവർ വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഈ പറയുന്ന ആളാരാണ്, സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ള ഒരു മുൻസൂചന ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. കാരണം പറയുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സാധാരണക്കാരനിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല അവിടെ എഴുതി വച്ചിരിക്കുന്നത്. സാധാരണക്കാരനിൽ വിശ്വസിക്കുന്നു എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. നമ്മൾ ഏത് കാര്യം ചോദിച്ചാലും ദൈവം തരും. നമ്മൾ ചോദിക്കുന്ന വ്യക്തി സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. നമ്മുടെ സങ്കടം പറയുന്നത്, നമ്മുടെ പരാതി പറയുന്നത്, നമ്മുടെ ആകുലത പറയുന്നത്, പരിഭവം പറയുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനോടല്ല. നമ്മളെ മുഴുവനായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഹൃദയഭാരങ്ങൾ നമ്മൾ ഇറക്കി വെക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റും. ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ വീഞ്ഞു കുറഞ്ഞ അനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചമാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക്, പൊതുവീഞ്ഞിൻ്റെ വലിയ ലഹരിയിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കാൻ തക്കവിധം പ്രാപ്തനാണ് നമ്മുടെ ദൈവം. പലപ്പോഴും ആ ഒരു തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു എവിടെയൊക്കെയോ. നമ്മളിന്ന് 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ കുറവ് നമുക്കുണ്ട്, അത് ദൈവത്തിലാണെങ്കിലും മനുഷ്യരിലാണെങ്കിലും. അപ്പോൾ ദൈവവിശ്വാസം നമ്മൾ വളർത്തി എടുക്കുമ്പോഴാണ് ഈ മനുഷ്യരിലുള്ള വിശ്വാസവും നമുക്ക് ഓരോ ദിവസവും അനുദിനം കൂടിക്കൂടി വരുന്നത്. പലപ്പോഴും ഇതിനെവിടെയൊക്കെയോ തകർച്ച സംഭവിക്കുന്നുണ്ട്, പാളിച്ച സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ ആ വലിയ അനുഭവത്തിലേക്ക് വരാനായിട്ടുള്ളൊരു വിമുഖത എവിടെയൊക്കെയോ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ഈ ലോകത്തിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ കണ്ണോടിച്ചാൽ നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കും. നമ്മുടെ അറിവുകളൊക്കെ തിരിച്ചറിവുകളായി മാറും. നമ്മുടെ കാഴ്ചകളൊക്കെ ഉൾക്കാഴ്ചകളായി മാറും. ഈ പ്രാർത്ഥനയ്ക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കാൻ പറ്റുന്നത് വലിയ അത്ഭുതങ്ങളിലേക്കാണ്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കണ്ണുടക്കി നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണ്. ഞാൻ പറയും, കാനായിലെ കല്യാണ വീട്ടിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒത്തിരിയേറെ കുറവുകൾ അവിടെയുണ്ട്, ഒത്തിരിയേറെ പരിമിതികൾ അവിടെയുണ്ട്. പക്ഷേ ഈ പരിമിതികൾക്ക് നടുവിലും ഈ കുറവുകൾക്ക് നടുവിലും ഈശോ അവിടെ ചെയ്യുന്നത് വലിയൊരു അത്ഭുതമാണ്. ഈശോയുടെ അമ്മ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു, ആ ഭവനത്തിൻ്റെ ഭാഗമായി തീർന്നു, വലിയൊരു അപമാനത്തിൽ നിന്ന് ഈ കുടുംബത്തെ രക്ഷിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഭവനത്തിൽ നടക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം നമുക്ക് വെച്ച് നീട്ടുന്ന വലിയൊരു അത്ഭുതം ഇത് ലോകത്തിനൊരു സാക്ഷ്യമായി മാറാനാണ്. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കാനുള്ള വലിയൊരു അനുഭവം, വലിയൊരു സാക്ഷ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കുറഞ്ഞു വരുന്നു. സാക്ഷ്യങ്ങൾ കുറയുകയാണ്, ദുർസാക്ഷ്യങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഈ സാക്ഷ്യം, സുവിശേഷത്തിന് സാക്ഷ്യമാകാൻ തക്കവിധം നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുക, സുവിശേഷത്തിന് സാക്ഷ്യമാകാൻ വ്യക്തികളെ ഒരുക്കുക. ആ ഒരു വലിയ ഉത്തരവാദിത്വം, ചുമതല നമ്മൾ ഏറ്റെടുക്കാത്തിടത്തോളം കാലം നമ്മുടെ ആത്മീയതയിൽ നമുക്ക് കുറവ് വന്നുകൊണ്ടേയിരിക്കും. ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ നിറവുകളായി മാറുന്ന ഒരു അനുഭവമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ സംഭവിച്ചതും ഇതുതന്നെയാണ്. കുറവിനെ നിറവാക്കുന്നൊരനുഭവം. പച്ചവെള്ളത്തെക്കുറിച്ച് നമുക്കറിയാം, അതിന് നിറമില്ല, മണമില്ല, ഗുണമില്ല. ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുന്ന് പച്ചവെള്ളത്തെ തൊടുമ്പോൾ നിറമുള്ള, മണമുള്ള, ഗുണമുള്ള ഒരു കാര്യമായത് മാറുന്നു. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുമ്പോൾ പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ദൈവം ഒന്ന് തൊടുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, നിറം പകരുന്ന, ഗുണം പകരുന്ന, രുചി പകരുന്ന ജീവിതങ്ങളായി അതൊക്കെ മാറുന്നുണ്ട്. നമ്മുടെ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ധാരാളം
വിശുദ്ധരെ നമുക്ക് കാണാം. അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തതിലൂടെ ഈ വീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരികയായിരുന്നു. അവിടെ കുറവുകളെയൊക്കെ അവർ മാറ്റി. ഈശോയ്ക്ക് വേണ്ടി ഈ ജീവിതം സമർപ്പിച്ചപ്പോൾ ഈ കുറവുകളൊക്കെ മാറ്റിക്കൊണ്ട് മറവിൻ്റെ അനുഭവത്തിലേക്ക് അവർ വരാനായിട്ട് സാധിച്ചു. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, പരിചാരകരുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ അത്ഭുതം ചെയ്യാൻ തയ്യാറാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും ഈശോ അത്ഭുതം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ കണ്ണും പൂട്ടി വിശ്വസിച്ച് അവൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പരിചാരകരില്ലാതായി പോകുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായൊരു കാര്യം. അപ്പോൾ ഈശോയുടെ പദ്ധതികൾക്കനുസരിച്ച് കടന്നു പോകാൻ വ്യക്തികളില്ലാതെ വരുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ ഈശോയുടെ പദ്ധതിക്കനുസരിച്ച് അവിടുത്തേക്ക് കൂടെ നടക്കാൻ, അവിടുത്തെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഊർജം വ്യയം ചെയ്യണം. പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷേ പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൂടാതെയോ പല കാര്യങ്ങളും ഗവനിക്കാതെ പോകുന്നു. ഈ ഗവനിക്കാതെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാതെ വരുന്നു. നമ്മുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, പ്രതിസന്ധി ഉണ്ടാകുന്നു, പ്രയാസം ഉണ്ടാകുന്നു. പലതിൽ നിന്ന് നമ്മൾ ഒഴിവ് കഴിവ് പറഞ്ഞ് പിന്നാമ്പുറങ്ങളിലേക്ക് മാറി മറിയും. ഞാൻ പറയും, പരിചാരകരെ പോലെ ഈശോ പറയുന്ന കാര്യങ്ങൾക്ക് യെസ് മൂളാൻ, രക്ഷാകര പദ്ധതിക്ക് യൗസേപ്പ് പിതാവും മാതാവും സഹകരിച്ചതുപോലെ സുവിശേഷത്തോട് സഹകരിച്ച് ജീവിക്കാൻ നമുക്ക് കുറെ കൂടെ കൃപയുണ്ടാകും. ഈ കൃപയുടെ കുറയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് വീഞ്ഞു കുറയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ വീഞ്ഞു കുറഞ്ഞ അനുഭവങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഡിവൈൻ വോയിസിലൂടെ നമ്മൾ ഈശോയുടെ വചനം ശ്രവിക്കുകയായിരുന്നു. കുറെ കൂടി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് വെച്ച് ഈ വചനാനുഭവത്തിലൂടെ ലോകമാസകലമുള്ള എല്ലാ മനുഷ്യരെയും വചനത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിനും സ്വർഗത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിനും നമുക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. കാനായിലെ കല്യാണ വീട് പോലെ കുറവ് നിറഞ്ഞൊരു ഭവനമാണ് നമ്മുടേതെങ്കിൽ കുറവിനെയൊക്കെ മാറ്റുന്ന വലിയ പരിശുദ്ധാത്മ ശക്തി അവിടെ വ്യാപരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ട് കുറെ കൂടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ നമുക്ക് ഉണർത്താം. ദൈവം ഈ ദിവസത്തിൽ ധാരാളം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വർഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.